ഇപ്പോൾ കാണുന്നത് ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. ദേശീയപാതയിലെ ടോൾ പിരിവിലുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. താൽക്കാലിക ടോൾ ഗേറ്റ് നിർമ്മിക്കുന്നതിനെതിരെ സംയുക്ത സമരസമിതി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാസർഗോഡ് കുമ്പളയിൽ നിന്ന് വരുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ ഷഹദ് റഹ്മാൻ നൽകുകയായിരുന്നു. താൽക്കാലിക ടോൾ ഗേറ്റ് നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ അവിടെ സംയുക്ത സമരസമിതി അവിടെ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പോലീസ് നേരത്തെ ആ പ്രതിഷേധക്കാരെ തടയുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഷഹദ് റഹ്മാൻ അവിടെ നിന്ന് വിവരങ്ങളുമായുണ്ട്. ഷഹദ്, നിലവിലെ സാഹചര്യം എന്താണ്? ടോളിനെതിരായിട്ടുള്ള പ്രതിഷേധം ഒന്നുകൂടി കനക്കുകയാണോ? ഈ താൽക്കാലിക ടോൾ നിർമ്മാണം എന്നത് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണോ ഇപ്പോൾ നടക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ടോൾ ഇവിടെ വേണ്ട എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ നാട്ടുകാർ പ്രധാനമായിട്ടും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയാണ് ഇപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ നാട്ടുകാർ വലിയ രീതിയിലുള്ള സമരമാണ്. പലതവണ കോടതി കയറിയിറങ്ങിയ വിഷയം കൂടിയാണ്. ആദ്യഘട്ടത്തിൽ കോടതി ഈ സമരസമിതിക്ക് അനുകൂലമായിട്ടായിരുന്നു നിലപാട് സ്വീകരിച്ചതെങ്കിൽ പിന്നീട് NH കോടതിയിൽ പോവുകയും അനുകൂല വിധി സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിനെതിരെ വീണ്ടും ഇപ്പോൾ ഈ സമരസമിതി വീണ്ടും കോടതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് നാളെ ഈ വിഷയം വീണ്ടും കോടതിയുടെ പരിഗണനയിൽ വരും എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും 60 കിലോമീറ്ററിനുള്ളിൽ, അതായത് 60 കിലോമീറ്റർ ദൂരപരിധിയിൽ മാത്രമേ ടോൾ ബൂത്തുകൾ അനുവദിക്കാവൂ അല്ലെങ്കിൽ നിർമ്മിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം. എന്നാൽ അത് ലംഘിച്ച് വെറും 20 കിലോമീറ്റർ പരിധിയിൽ തന്നെ വീണ്ടും ഒരു താൽക്കാലിക ടോൾ ബൂത്ത് നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ഈ നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഉടൻ തന്നെ ഇതിൽ നിന്ന് പിന്തിരിയണം, NH ഇതിൽ നിന്ന് പിന്തിരിയണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, അതായത് ഇവിടെയുള്ള മുഴുവൻ നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.